ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. അടിപൊളി ടേസ്റ്റിലുള്ള മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാൻ ബ്രാലാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ ബ്രാലാണ്, നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നതാണ്. നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. 2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി മാങ്ങ ഇട്ടിട്ടാണ് നമ്മൾ ഈ മീൻകറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു 2 മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ പുളിക്ക് അനുസരിച്ചിട്ട് മാങ്ങ എടുക്കുക. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 10-12 അല്ലി ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 7-8 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്, വെള്ളം ഒഴിച്ചിട്ടല്ല. അപ്പൊ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഒരു 4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് മെഷർമെന്റ് എടുത്തിരിക്കുന്നത്. മീൻകറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റവ് ഓൺ ചെയ്ത് നമുക്കിത് വെച്ച് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി കഷ്ണങ്ങളെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇനി നമ്മൾ മൂടി അടച്ചു വെക്കരുത്. അപ്പൊ ഇത് തിളച്ച് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ഇതുപോലെ തുറന്നിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഈ ബ്രാല് കറി വെക്കുമ്പോൾ തേങ്ങാപ്പാലില് കറി വെച്ചാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ബ്രാലിന് പകരം അറക്കിയ കറി വയ്ക്കുമ്പോഴും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പൊ നന്നായിട്ട് തിളച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഗ്രേവി എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇതങ്ങനെ ഒരുപാട് ലൂസുള്ള കറിയായിട്ടല്ല എടുക്കുന്നത്. കുറച്ചും കൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് തേങ്ങാപ്പാലിന്റെ അളവ് കൂട്ടിക്കൊടുക്കുക. ഇതിൽ ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പുളിയുടെ അളവ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ ഉപ്പ് കുറച്ച് കുറവുണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളി കുറവാണെങ്കിൽ മാങ്ങയുടെ കഷ്ണങ്ങൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൽ അത്യാവശ്യം നല്ല എരിവൊക്കെയുള്ള, നല്ല പുളിയും എരിവും ഒക്കെയുള്ള നല്ലൊരു മീൻകറിയാണ്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ഉള്ളി മൂപ്പിച്ചൊഴിക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, അത് ഇട്ട് കൊടുക്കാം. 4-5 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്, അത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോഴാണ് ഉള്ളിയുടെ നല്ല ഫ്ലേവർ നമ്മുടെ കറിക്ക് കിട്ടുള്ളൂ. നമ്മൾ മീൻകറിയുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉള്ളി ഇവിടെ നന്നായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നല്ലൊരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.
ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് ചൂടാറുമ്പോൾ ഇതിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.